കോവിഡ് കാല ആനുകൂല്യ വിതരണത്തിൽ വീഴ്ചയെന്ന് CAG റിപ്പോർട്ട്. ഗുണഭോക്താക്കൾക്ക് സഹായം അനുവദിച്ചതിൽ വീഴ്ചയുണ്ടായി. ഗുണഭോക്താക്കളിൽ അർഹരായവർക്ക് ആനുകൂല്യം നൽകാൻ കഴിഞ്ഞില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലെന്നും CAG റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. അമൽ തേനംപറമ്പിൽ ചേരുന്നുണ്ട്. അമൽ, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അത് കോവിഡുമായി ബന്ധപ്പെട്ട് അതിൽ ആനുകൂല്യം ലഭ്യമാകാത്തത് ബന്ധപ്പെട്ട് വീഴ്ചകൾ എങ്ങനെ അക്കമിടുന്നുണ്ട്, മറ്റൊന്ന് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിൽ അത് ആണെന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് എന്ന് പരാമർശിക്കുന്നുണ്ടോ CAG? കോവിഡ് കാലത്ത് ഉണ്ടായിട്ടുള്ള വീഴ്ചയെ പറ്റിയുള്ള കാര്യങ്ങൾ അക്കമിട്ട് നിരത്തുന്നതാണ് ഈ പറയുന്ന CAG റിപ്പോർട്ട്. കോവിഡ് കാല ആനുകൂല്യ വിതരണത്തിൽ വീഴ്ചയുണ്ടായി എന്നുള്ളതാണ് റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാമർശം. അതോടൊപ്പം തന്നെ ഗുണഭോക്താക്കൾക്ക് സഹായം അനുവദിച്ചതിൽ വീഴ്ചയുണ്ടായിട്ടുണ്ട്. അത് ഉദ്യോഗസ്ഥതല വീഴ്ചയാണ്. ആർക്കൊക്കെയാണ് ആനുകൂല്യം നൽകേണ്ടത് എന്ന കാര്യം കണ്ടെത്തുന്നതിൽ ഉദ്യോഗസ്ഥതല വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യവും ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അർഹരായവരെ കണ്ടെത്തി അവർക്ക് ഈ സർക്കാർ പ്രഖ്യാപിച്ച തുക വിതരണം ചെയ്യുന്നതിലെ വീഴ്ചയുടെ കാര്യമാണ് CAG റിപ്പോർട്ടിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു CAG റിപ്പോർട്ടുണ്ട്. അതിൽ പറയുന്നത് 131 പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 77 പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലാണ് എന്നുള്ളതാണ് കണക്ക്. അവയുടെ ആകെ നഷ്ടത്തിൻ്റെ കണക്കും പറയുന്നത് 18,000 കോടി രൂപയിൽ അധികമാണ് നഷ്ടക്കണക്കായി പറയുന്നത്. 58 പൊതുമേഖലാ സ്ഥാപനങ്ങൾ മാത്രമാണ് സംസ്ഥാനത്ത് ലാഭകരമായി പ്രവർത്തിക്കുന്നത് എന്നും ലാഭകരമല്ലാത്തത് അടച്ചുപൂട്ടണം എന്നൊരു നിർദ്ദേശം കൂടി CAG റിപ്പോർട്ടിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതിങ്ങനെ തുടർന്നു പോയത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും സംസ്ഥാനത്തിന് ഉണ്ടാകുന്നില്ല. അതിനാൽ തന്നെ വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കാതെ ഘട്ടം ഘട്ടമായി അടച്ചു പൂട്ടണം എന്നുള്ളതാണ് നിർദ്ദേശം. അതിന് ചില കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 18 പൊതുമേഖലാ സ്ഥാപനങ്ങൾ 1986 മുതൽ വിവിധ ഘട്ടങ്ങളിലായി അടച്ചു പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു തുടർച്ച എന്നോണം ലാഭകരമല്ലാത്ത പൊതുമേഖലാ സ്ഥാപനങ്ങൾ തൊഴിലാളികളുടെ ക്ഷേമം കൂടി ഉറപ്പാക്കി അവരെ സംരക്ഷിച്ചുകൊണ്ട് അവരെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ക്രമീകരണം അവർക്ക് ഒരുക്കി അത് പൂട്ടണം എന്നൊരു നിർദ്ദേശം കൂടിയാണ് CAG നൽകിയത്.